Hello all my students, welcome back to second day of CBSE Maths Crash Class conducted by Archana Study Center. ഇന്നലെ നമ്മൾ പഠിച്ചത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിതമെറ്റിക് ആണ്. അത് പ്രകാരം നമ്മൾ കണ്ടു ഒരു കൺസണന്റ് നമ്പറിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം, എങ്ങനെ LCM കണ്ടുപിടിക്കാം, HCF കണ്ടുപിടിക്കാം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So take a notebook, we can work together, grow together. So ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സിന്റെ LCMഉം HCFഉം മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്. ഒരു രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി X and Y be the two numbers. Then the product of their numbers is equal to LCM of XY into HCF of XY എന്നായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് തിയറം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് XY രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 180 ആണ്. ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ LCM ഓഫ് XY. ഇത് നിങ്ങളുടെ CBSE ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി വായിക്കാം. ഇഫ് XY is equal to 180 and HCF of XY is equal to 3, find the LCM of XY. ഓക്കെ, റെഡി ആണെന്ന് കരുതുന്നു. അതായത് രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് തന്നിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഓഫ് 2 numbers is equal to 180. പിന്നെ എന്താ തന്നിരിക്കുന്നത്? HCF ഓഫ് XY. ആ രണ്ട് നമ്പേഴ്സിന്റെ HCF 3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ തിയറം പ്രകാരം XY എന്ന് പറയുന്നത് HCF ഓഫ് XY ഇൻറ്റു LCM ഓഫ് XY ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? LCM ഓഫ് XY ആണ്. സോ LCM ഓഫ് XY മാത്രം ഇവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? HCFന് ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. ഇവിടെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. സോ XY ഡിവൈഡഡ് ബൈ HCF ഓഫ് XY വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LCM ഓഫ് XY is equal to XY എന്താണ്? 180 ഡിവൈഡഡ് ബൈ HCF ഓഫ് XY 3. 180 ഡിവൈഡഡ് ബൈ 3. കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. 18ൽ 3 എത്ര തവണ പോകും? 6 ടൈംസ്. സോ 6 0 60 ആണ് എന്ത് വരുന്നത്. അപ്പോൾ എടുത്തെഴുതുക LCM ഓഫ് XY is equal to 60. Okay, next ഒരു question. Find the greatest number of 6 digit exactly divisible by 18, 24 and 36. ഏറ്റവും വലിയ 6 digit number, the greatest 6 digit number which exactly divisible by 18, 24, 36. ആ നമ്പർ ഈ 3 നമ്പർ കൊണ്ടും എക്സാക്ട്ലി ഡിവിസിബിൾ, അതായത് റിമൈൻഡർ ഇല്ലാതെ ഡിവിസിബിൾ ആയിട്ടിരിക്കണം. ആ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് 6 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 6 അക്ക നമ്പർ, 6 ഡിജിറ്റ് നമ്പർ വിച്ച് എക്സാക്ട്ലി ഡിവിസിബിൾ. അത് എന്തിനോടൊക്കെ ഡിവിസിബിൾ ആയിരിക്കണം? 18, 24 and 36. ഈ 3 നമ്പറോളും ഒരുപോലെ ഡിവിസിബിൾ ആയിരിക്കണം. അതായത് ഈ 3 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ കോമൺ മൾട്ടിപ്ലയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 എണ്ണത്തിന്റെയും എക്സാക്ട്ലി ഡിവിസിബിൾ ആവുന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 3 നമ്പറും ഒരുപോലെ ഡിവിസിബിൾ ആവുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്ലയർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടാം? അതാണ് LCM ഓഫ് 18, 24 and 36. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ 18ന്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഞാനിവിടെ സൈഡിൽ ചെയ്യാം. 18ന്റെ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഈവൻ നമ്പർ ആണ്. സോ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9. 9 എന്താണ്? ഈവൺ നമ്പർ അല്ല. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കിട്ടും. വീണ്ടും 3 1. അപ്പൊ 89 എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ഓഫ് 2 into 3 square എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് എനിക്ക് വരുന്നത് 24 ആണ്. 24 ഈവൺ നമ്പർ ആയതുകൊണ്ട് ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എനിക്ക് 12 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 6 കിട്ടും. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. സോ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 24 എന്ന് പറയുന്നത് 2 cube into 3 ആണ്. നെക്സ്റ്റ് പറയുന്നത് 36 ആണ്. 36 ഒന്ന് ചെയ്ത് നോക്കാം. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 ആണ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആണ്. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. 3 1. സോ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 36 എന്ന് പറയുന്നത് 2 square into 3 square ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഈ 3 നമ്പറിനെ ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 18 = 2 into 3 square. 24 എന്ന് പറയുന്നത് 2 raised to 3 into 3 ആണ്. 36 എന്ന് പറയുന്നത് 2 square into 3 square ആണ്. ഇതിന് ശേഷം LCM എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? LCM ഓഫ് 18, 24, 36 എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് പവർ. ഇതിൽ എല്ലാറ്റിലും എത്ര എണ്ണം? 2ഉം 3ഉം ആണ് 3 എണ്ണത്തിൽ ഉള്ളത്. 2ഉം 3ന്റെ ഗ്രേറ്റസ്റ്റ് പവറുകൾ എടുക്കണം. 2ന്റെ ഗ്രേറ്റസ്റ്റ് പവർ എന്താ? 2 raised to 1 ഉണ്ട്, 2 raised to 3 ഉണ്ട്, 2 raised to 2 square ഉണ്ട്. ഇതിൽ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 cube ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇല്ല, 3ന്റെ ഗ്രേറ്റസ്റ്റ് പവർ ഏതാ? 3 square ഉണ്ട്, 3 raised to 1 ഉണ്ട്, 3 square ഉണ്ട്. 2 cube into 3 square ആണ് വരുന്നത്. 2 cube എന്ന് പറയുന്നത് 8 ആണ്. 3 square എന്ന് പറയുന്നത് 9 ആണ്. 8 into 9 എന്താണ്? 72. അപ്പൊ 72 ആണ് നമുക്ക് LCM ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടില്ല, നമുക്ക് LCM കിട്ടി. ഈ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വലിയ 6 ഡിജിറ്റ് നമ്പർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. ഇത് നമുക്ക് 72 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോവോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് പോവില്ലെങ്കിൽ നമുക്കൊരു റിമൈൻഡർ കിട്ടും. മനസ്സിലായോ? നമുക്ക് അറിയാവുന്ന ഏറ്റവും വലിയ 6 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 9,99,999 ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം? 72 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. എന്ത് വരും നോക്കാം. 99 എടുക്കാം. 99ൽ ഒരു തവണയാണ് പോകുന്നത് 72. മൈനസ് ചെയ്ത് നോക്കുക. 9 - 2 എന്ത് വരും? 7 വരും. 9 - 7 എന്ത് വരും? 2 വരും. ഓക്കെ, 279. 279ൽ നമുക്ക് 72 എത്ര തവണ പോകും എന്നുള്ളത് നോക്കാം. എത്ര തവണ പോകും? 72 into 3 എത്രയാണെന്ന് നോക്കാം. 72 into 3 എന്ന് പറയുന്നത് 216 ആണ് വരുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. 3 into 72 എന്ന് പറയുന്നത് 216 ആണ് വരുന്നത്. സോ അത് മൈനസ് ചെയ്ത് നോക്കാം. 9 - 6 എന്ന് പറയുന്നത് 3 ആണ്. 6 വരും. 63. നെക്സ്റ്റ് നമ്പർ 9 താഴത്തേക്ക് എടുത്തെഴുതുക. നമ്മൾ ഏതായത് ഇത് എടുത്തെഴുതി. നെക്സ്റ്റ് ഏത് വരും? ഈ 9 ആണ് ഇവിടെ എടുത്തെഴുതുന്നത്. 6 8. ഇനി 639ൽ 72 എത്ര തവണ പോകും? 8 ടൈംസ് ആണ് പോകുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കണം. 8 into 72 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് 576 ആണ്. ഒന്ന് ചെയ്ത് നോക്കാം. 576 ആണ്. സംശയമുള്ളത് ചെയ്ത് നോക്കാം. 72 into 8 16 1 57. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 8 into 72 എന്ന് പറയുന്നത് 576 ആണ്. മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വരും 3 വരും. 13ലേക്ക് 6 ടൈംസ് വരും. 63 വരും. വീണ്ടും അടുത്ത 9 എടുത്തെഴുതുക. 639 ആണ്. സോ 8 തന്നെയാണ്. 8 into 72 എന്ന് പറയുന്നത് 576. റിമൈൻഡർ എത്ര വരും? 63 തന്നെയാണ്. ലാസ്റ്റ് 9 എഴുതുക. 9 എഴുതുമ്പോൾ 639 ആണ്. 8ൽ പോവും 576 ആണ് വരുന്നത്. ഇതിന്റെ റിമൈൻഡർ 63 ആണ് വരുന്നത്. സോ ഗ്രേറ്റസ്റ്റ് നമ്പറിനെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിമൈൻഡർ 63 ആണ്. സോ നമുക്ക് ഇതാണ് നമുക്ക് വേണ്ടത്. ഈ റിമൈൻഡർ ആണ് വേണ്ടത്. അപ്പോൾ ഇത്രയും നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ, അതായത് ഈ 9,99,999 നിന്ന്
ഈ റിമൈൻഡർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ നമുക്ക് എന്തുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും? ഈ 72 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കുക, എത്രയാണ് കിട്ടുന്നത് നമ്മൾ നോക്കാം. ഇതാണ് നമുക്ക് മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ. സോ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക, 72 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടിയും പറയാം, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് 6 ഡിജിറ്റ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 18, 24, 36. അപ്പൊ ഈ 3 നമ്പറിനെയും കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ അതിനെന്താ ചെയ്യേണ്ടത്? LCM എടുക്കുക. LCM എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന നമ്പറിനെ നമുക്കറിയാവുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 ഗ്രേറ്റസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ 6 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 63 കിട്ടി. അതായത് 63 റിമൈൻഡർ കിട്ടി. 63 റിമൈൻഡർ കിട്ടിയച്ചാൽ 63 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ 6 ഡിജിറ്റ് നമ്പർ എക്സാക്ട്ലി 72 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഈ 9,99,999 63 കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും? നമ്മുടെ 72 കൊണ്ട് ഡിവിസിബിൾ ആയി. 72 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 18 കൊണ്ടും 24 കൊണ്ടും 36 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 6 ഡിജിറ്റ് ആവാം, 7 ഡിജിറ്റ് ആവാം, എല്ലാം ഒന്ന് ക്ഷമ വേണം. ഇത് ഈ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആൻസർ വരും. ഓക്കെ, അടുത്ത് നമുക്ക് പുതിയൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇഫ് HCF ഓഫ് 144 and 180 expressed in the form of 13m minus 16, find the values of m. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഇഫ് HCF ഓഫ് 144 and 180 expressed in the form of 13m minus 16, find the value of m. അപ്പോൾ 144നെയും 180യുടെയും HCFന് തന്നിട്ടിരിക്കുന്നത് 13m minus 16 ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? HCF ഓഫ് 144 180 കണ്ടുപിടിക്കണം. HCF ഓഫ് 144 180 എന്ന് പറയുന്നത് 13m minus 16 എന്നാണ് നമുക്ക് വേർഡ്സിൽ എഴുതി തന്നിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോയിന്റ്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ പ്രോബ്ലം ചെയ്യണം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അതായത് HCF ഓഫ് 144 180 എന്ന് പറയുന്നത് 13m minus 16 ആണ്. അങ്ങനെയാണ് എമ്മിന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? HCF ഓഫ് 144 into 144നെയും 180നെയും HCF കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ രണ്ട് നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം എന്നുള്ളത്. ഒന്നുകൂടി ഞാൻ പറയാം. പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 180 ഇവിടെ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ കിട്ടുന്നത്? 180നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 2 ആണ്. ഈവൺ നമ്പർ ആയതുകൊണ്ട് 90 വരും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 വരും. പിന്നെ 45ൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഡിവൈഡ് ചെയ്ത് പോകുന്നത് 3 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് വരും? 15 വരും. വീണ്ടും 15ൽ 3 പോവും, 5 വരും, 5ൽ 1. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈം ഫാക്ടർ ഓഫ് 180 എന്ന് പറയുന്നത് 2 2 ഉണ്ട്, 2 3 ഉണ്ട്, ഒരു 5 ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 180 എന്ന് പറയുന്നത് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ആണ്. സിമിലർലി ഇതുപോലെ തന്നെയാണ് പ്രൈം ഫാക്ടർ ഓഫ് 144 എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്തു നോക്കണം. പ്രൈം ഫാക്ടർ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് നമ്മൾ. അപ്പൊ പ്രൈം ഫാക്ടർ ഓഫ് 144 എന്ന് പറയുന്നത് സെയിം മെത്തേഡിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന 4 2 ഉണ്ടാവും. അതുപോലെ 3 എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ അത് എഴുതുമ്പോൾ 2⁴ ഇൻറ്റു 3 സ്ക്വയർ എഴുതും. ഓക്കെ, ഇതാണ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 144. ഇനി എങ്ങനെ HCF കണ്ടുപിടിക്കണം? രണ്ടിന്റെയും പ്രൈം ഫാക്ടേഴ്സ് എഴുതിയതിന് ശേഷം HCF ഓഫ് 180 144 എന്ന് പറയുന്നത് ഇതിലെ ലീസ്റ്റ് പവർ. ഇവിടെ ഏതൊക്കെയാ നമ്പർ? രണ്ടിലെ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ്.
5 കോമൺ ഫാക്ടർ ആണോ? അല്ല. ഇതിൽ 180യുടെ പ്രൈം ഫാക്ടറൈസേഷനിൽ 5 ഉണ്ട്, 144ൽ 5 ഇല്ല. അപ്പൊ കോമൺ ഫാക്ടർ അല്ല 5. സോ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 2ഉം 3ഉം ആണ്. ഇനി 2ഉം 3യുടെയും സ്മോളസ്റ്റ് പവർ എന്ന് പറയുന്നത് ഏതാ? 2ന് 2 സ്ക്വയർ ഉണ്ട്, 2⁴ ഉണ്ട്. സ്മോളസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. സോ വി റൈറ്റ് 2 സ്ക്വയർ ഇൻറ്റു ഇവിടെ 3യുടെ പവർ വരുന്നത് 3 സ്ക്വയർ ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 4 × 9 എന്ന് പറയുന്നത് 36 ആണ്. അങ്ങനെ നമുക്ക് HCF ഓഫ് 180 144 എന്ന് പറയുന്നത് 4 × 9 36 കിട്ടി. ഇനി നമുക്കറിയാം HCF ഓഫ് 144 180 എന്ന് പറയുന്നത് 13m - 16 ആണ്. സോ വി ക്യാൻ റൈറ്റ് 36 is equal to 13m - 16 എഴുതാം. ഇനി നമുക്ക് ഈ ഇവിടെ 13m ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള പോർഷനെ -16 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. -16 എന്നത് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +16 ആവും. അങ്ങനെയാണെങ്കിൽ 36 + 16 ഈക്വൽ ടു 13m ആയിട്ട് മാറും. 36 + 16 എന്ന് പറയുന്നത് 52 ആണ് വരുന്നത്. 52 ഈക്വൽ ടു 13m. ഓക്കെ, ഇനി 13 × m ആണല്ലോ, അത് ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് ഇവിടെ m മാത്രം നിർത്തിയിട്ട് 13 നമ്മൾ ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് എത്തുമ്പോൾ എന്ത് വരും? ഡിവിഷൻ ആയിട്ടാണ് മാറുക. അങ്ങനെയാണെങ്കിൽ m മാത്രം ഇവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ 52 / 13 ആയി മാറും. 52 / 13. സോ എമ്മിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 52 / 13 ചെയ്ത് നോക്കുക. യു ഗെറ്റ് 4 × 13 ആണ് 52 വരുന്നത്. റിമൈൻഡർ 0 കിട്ടും. സോ എമ്മിന്റെ വാല്യൂ നമുക്ക് എത്രയാണ് വരുന്നത്? 4. ഇതാണ് നിങ്ങളുടെ ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്താൽ മതി? ഈ ക്വസ്റ്റ്യൻ വായിച്ച് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് HCF കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം, പിന്നീട് സിംപ്ലിഫൈ ചെയ്യാൻ വരണം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുക, ഇത് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക, HCF കണ്ടുപിടിക്കണം. HCF കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെ സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. സിമ്പിൾ സോൾവിങ് ആണ് അത് ചെയ്യുക. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3 bells ring at an interval of 4, 7 and 14 minutes. All 3 bells rang at 6 AM. When the 3 bells will be ring together next? ക്വസ്റ്റ്യനിൽ എന്താണ്? ഒന്നുകൂടി നന്നായി നോക്കുക. 3 ബെല്ലുണ്ട്. അത് ഒരു ബെല്ല് 4 മിനിറ്റ് കൂടുമ്പോൾ റിങ് ചെയ്യും, അടുത്ത ബെല്ല് 7 മിനിറ്റ് കൂടുമ്പോൾ റിങ് ചെയ്തു, തേർഡ് വൺ 40 മിനിറ്റ്സ് കൂടുമ്പോഴാണ് റിങ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം all 3 bells rang at 6 PM. 3 ബെല്ലും 6 മണിക്ക് ഒരുമിച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് when the 3 bells will be ring together next? എപ്പോഴാണ് ഈ 3 ബെല്ലും ഒരുമിച്ച് ഇനി റിങ് ചെയ്യാൻ പോകുന്നത്? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായി വായിക്കാൻ മനസ്സിലാക്കുക. ഇങ്ങനെ ഒന്നിച്ച് ബെല്ല് റിങ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ ആണ്. ഈ 3 നമ്പേഴ്സിന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ബെല്ലടിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്കതിന്റെ ഇതാണ് എഴുതിയിരിക്കുന്നത്. 3 bells ring together എന്ന് പറയുന്നത് LCM ഓഫ് 7, 4, 7, 14 ആണ്. ഓക്കെ, അപ്പോ ഓരോന്നിന്റെയും പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 4നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 × 2 ആണ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്നുള്ളത്. 7ന് 1 × 7 ഒരു പ്രൈം നമ്പർ ആണ്. സോ വി ക്യാൻ റൈറ്റ് 1 × 7. 14 എന്ന് പറയുന്നത് 7 × 2 ആണ്. സോ ഇതിനെല്ലാം പ്രൈം ഫാക്ടറൈസ് ചെയ്തു. LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫാക്ടേഴ്സിലെ ഹയസ്റ്റ് പവർ 2 സ്ക്വയർ. ഫാക്ടേഴ്സ് ഏതൊക്കെയുള്ളത്? 2 ഉണ്ട്, 7 ഉണ്ട്. 2 ഫാക്ടേഴ്സ് ആണ് ഉള്ളത് ഈ 3 എണ്ണത്തിനും കൂടിയിട്ട്. അതില് 2ന്റെ ഹയസ്റ്റ് പവർ ഇവിടെ 2⁻1 ആണ്. ഇവിടെ 2 ഇല്ല. ഇവിടെ എത്ര വരുന്നത്? 2 സ്ക്വയർ ആണ്. അപ്പൊ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. അതുപോലെ 7ന്റെ ഹയസ്റ്റ് പവർ, 7 രണ്ടെണ്ണത്തിലും പവർ വരുന്നത് 1 ആണ്. 7ന്റെ ഹയസ്റ്റ് പവർ 7 7⁻1. സോ LCM എന്ന് പറയുന്നത് 2 സ്ക്വയർ × 7 ആണ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു 28. അപ്പോൾ 28 മിനിറ്റ് കഴിഞ്ഞാലാണ് ഈ 3 ബെല്ലും വീണ്ടും ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ആൻസർ എന്താ വരിക? 3 bells ring together at, ആദ്യം എപ്പോഴാ വന്നത്? 6 AM. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് എപ്പോഴായിരിക്കും? 28 മിനിറ്റ്സ് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരിക? ഇത് 3ഉം ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 6:28 AM. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The HCF for two numbers is 145 and their LCM is 2175. If one number is 725, find the other number. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി എന്തൊക്കെയാ തന്നിരിക്കുന്നത്? രണ്ട് നമ്പേഴ്സിന്റെ HCF തന്നിട്ടുണ്ട് 145. അതേ നമ്പറിന്റെ തന്നെ LCM തന്നിട്ടുണ്ട് 2175. If one number is 725, find the other number. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പഠിച്ച തിയറം ഓർമ്മയുണ്ടല്ലോ. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് HCF ഓഫ് ദാറ്റ് നമ്പർ into LCM of that two numbers ആണ്. ഓക്കെ, ഈ തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ തന്നിരിക്കുന്നത് എന്താണെന്ന് എഴുതിയെടുക്കാം. ആദ്യം തന്നിരിക്കുന്നത് HCF ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പറിന്റെ HCF തന്നിട്ടുണ്ട് 145. ഇനി തന്നിരിക്കുന്ന അതേ നമ്പറിന്റെ തന്നെ LCM ഓഫ് XY തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 2175. ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്കിത് തനിയെ എഴുതാനുള്ള കഴിവുണ്ടാവണം. LCM ഓഫ് XY എന്ന് പറഞ്ഞാൽ 2175 ആണ്. ഇനി ഒരു നമ്പർ തന്നിട്ടുണ്ട്, എക്സോ വൈയോ ഏത് വേണമെങ്കിൽ എടുക്കാം. ഏതോ ഒരു നമ്പർ തന്നിട്ടുണ്ട് 725. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ തന്നാൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ, എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം ഞാൻ? 725 ഇൻറ്റു വൈ ഈക്വൽ ടു HCF ഓഫ് XY. HCF ഓഫ് XY എത്രയാണ്? 145 ഇൻറ്റു LCM ഓഫ് XY. എത്രയാണ് LCM ഓഫ് XY? 2175. നമുക്കറിയാലോ. ഇനി y കണ്ടുപിടിക്കാലോ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈക്വൽ ടുവിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ y മാത്രം ഇവിടെ നിർത്തി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. 145 ഇൻറ്റു 2175 ഡിവൈഡഡ് ബൈ 725. ഇത് ഡിവൈഡ് ചെയ്ത് പോവാ. ഡിവിഷൻ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ നിൽക്കും. അത് ചെയ്യരുത്. പറ്റുമെങ്കിൽ ഇത് 5 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. 5 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. കുറെ കട്ട് ചെയ്ത് പോകും. ഈ 145 എന്ന് പറയുന്നത് 5ന്റെ ഡിവിസിബിൾ ആണ്. 725 5ന്റെ ഡിവിസിബിൾ ആണ്. അതുപോലെ ഇത് രണ്ടും 725ഉം 2175ഉം 25 ഡിവിസിബിൾ ആണ്. അപ്പൊ ഇത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെറിയ നമ്പർ ആക്കിയതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുക. അതർവൈസ് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തെറ്റിച്ചു പോകും. കാരണം ഇത്രയും വലിയ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് 725 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമയം നഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടീച്ചർ ചെയ്തു തരാം. 145 ഇൻറ്റു 2175 ഡിവൈഡഡ് ബൈ 725. നമുക്ക് ഇത് രണ്ടിലും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഈ നമ്പറും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. 7ൽ 5 എത്ര തവണ പോകും? 1 ടൈം പോകും. ഇനി ബാക്കി റിമൈൻഡർ എത്ര ഉണ്ട്? 2 ആണുള്ളത്. 22ൽ എത്ര തവണ പോകും? 20 ആണ്. 4 ടൈംസ് പോകും. ബാക്കി റിമൈൻഡർ എത്ര ഉണ്ട്? 2 ആണ്. 25ൽ എത്ര ടൈം പോകും? 5 ആണ്. സോ ഇതും കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്യണം. ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്താൽ വേറെ മേലെയും കട്ട് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 22ൽ പോവില്ല. 21ൽ 5 പോകും. എത്ര തവണ പോകും? 20 ആണ്. 4 ടൈംസ് വരും. റിമൈൻഡർ എത്ര വരും? 1 വരും. 17ൽ എത്ര ടൈംസ് പോകും? 3 ടൈംസ് പോകും. ഓക്കെ, റിമൈൻഡർ എത്ര വരും? 2 വരും. 25ൽ എത്ര ടൈം പോകും? 5.
ഇനി നിങ്ങൾ കണ്ടോ, ഈ 144 താഴെയും ഉണ്ട്, ന്യൂമറേറ്ററിലും ഉണ്ട്, അതുപോലെ ഡിനോമിനേറ്ററിലും കിടക്കുന്നുണ്ട്. എളുപ്പമായോ? ഈ 145ഉം ഈ 145ഉം സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും 1 വന്നു. ആൻസർ എത്രയാണ് വരുന്നത്? നിങ്ങൾക്ക് സിമ്പിളായി 435 എഴുതാം. ഇത്രയും എളുപ്പമാണ്. അതല്ലാതെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഡിനോമിനേറ്റർ 725നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം നഷ്ടമാണ്, നിങ്ങളുടെ കോൺഫിഡൻസും പോകും തെറ്റിച്ച് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിവൈഡ് ചെയ്യണം. കോമൺ ആയിട്ട് വരുന്ന നമ്പർ കൊണ്ട് സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റഡ്ലി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് എളുപ്പമായി മാറും, എനിക്ക് ഉറപ്പാണ്. വി ക്യാൻ ലേൺ ടുഗദർ. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരണമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.